ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നോമ്പിന്റെ പകുതി ദിനങ്ങൾ പൂർത്തിയാക്കി നോമ്പുകാലത്തിന്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ഈ നോമ്പിന്റെ 5-ാമത്തെ ഈ ഞായറാഴ്ച തിരുസഭ വചന വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. വ്യഭിചാരത്തില് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ വിചാരണയ്ക്കായി കൊണ്ടുവരുന്ന വചനഭാഗം. യഹൂദ മത നേതാക്കന്മാരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഈ സ്ത്രീയെ വിധിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റൊന്നുമായിരുന്നില്ല, മറിച്ച് അതിലെല്ലാം ഉപരിയായി ഈശോയെ വാക്കിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണ്ട, വെറുതെ വിടണമെന്ന് ഈശോ വിധിക്കുകയാണെങ്കിൽ അത് മോശയുടെ നിയമത്തിന് എതിരായിട്ട് അവർക്ക് വ്യാഖ്യാനിക്കാം. കാരണം മോശയുടെ നിയമപ്രകാരം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ളതാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഇവളോട് നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മേലിൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ഈശോ വിടുന്നതെങ്കിൽ ഈശോയെ അവിടെ കുറ്റം വിധിക്കാമായിരുന്നു മോശയുടെ നിയമം വെച്ചുകൊണ്ട്. 2, ഇനി ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഈശോ വിധിക്കുന്നതെങ്കിൽ മോശയുടെ നിയമമെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇവൾ ചെയ്തിരിക്കുന്ന പാപം വളരെ ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞാണ് ഈശോ വിധിച്ചിരുന്നെങ്കിൽ അത് റോമൻ സാമ്രാജ്യത്തോടുള്ള അധിനിവേശമായിട്ട് കണക്കാക്കി ഈശോയെ കുറ്റം വിധിക്കാമായിരുന്നു. കാരണം ഈശോയുടെ പീഡാസഹന വേളയിൽ നമ്മൾ കാണുന്നുണ്ട്, പീലാത്തോസ് പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ നിയമമനുസരിച്ച് ഇവരെ വിധിച്ചുകൊള്ളുക എന്ന്. അപ്പോൾ യഹൂദ നേതാക്കന്മാര് പറയുന്നുണ്ട്, ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് ഞങ്ങൾക്ക് അധികാരം ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് ആരെയും മരണശിക്ഷയ്ക്ക് വിധിക്കാൻ റോമ അധികാരികൾക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ലാതിരിക്കെ ഇപ്രകാരം ഒരു ദൗത്യത്തിന് മുതിരുകയാണെങ്കിൽ ഈശോയ്ക്കെതിരെ അവർക്ക് നടപടി എടുക്കാമായിരുന്നു. റോമ അധികാരികൾക്ക് മുമ്പിൽ ഈശോയെ ഈ കുറ്റം ആരോപിച്ചുകൊണ്ട് നിർത്താമായിരുന്നു. ഈ 2 വലിയ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഈശോ കരുണയുടെ വലിയ വജ്രായുധം എടുത്തുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുക. തനിക്കെതിരെ വന്ന ഈ പ്രശ്നത്തെ ഈശോ പരിഹരിക്കുന്നത് ഇവയെ 2നെയും പുൽകാതെ നിന്നുകൊണ്ടാണ്. മരണശിക്ഷ വിധിക്കാനോ അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിച്ചു വിടാനോ ഈശോ അവിടെ നിൽക്കുന്നില്ല. മറിച്ച് കരുണയുടെ വലിയ മാതൃക എടുത്തുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഒറ്റയ്ക്ക് കൊണ്ടുവരുമ്പോൾ നാം ഓർക്കണം, കൂടെ പാപം ചെയ്ത വ്യക്തി ഉണ്ട്. 1 ഒന്നിലധികമോ വ്യക്തികൾ കൂടെ കാണാം. ഈ പാപമല്ലാതെ മറ്റു പാപം ചെയ്തവരും കൂട്ടത്തിൽ കാണാം. പാപമില്ലാത്തവനായിട്ട് തമ്പുരാൻ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ മറ്റുള്ളവർക്ക് മനസാക്ഷിയോട് ബോധ്യമുണ്ടെങ്കിൽ വിധിക്കാതെ കടന്നു പോകുമെന്നുള്ള ഈശോയുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് കരുണയുടെ വലിയ മന്ത്രമെടുത്തുകൊണ്ട് ഈശോ പറയുക, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന്. ഈശോയുടെ ഉത്തരം കേട്ട് ഓരോരുത്തരായി കല്ല് ഉപേക്ഷിച്ച് തിരിച്ചുപോയി എന്നാണ് തിരുവചനം പറയുക. നമ്മൾ കാണുന്നുണ്ട്, സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന് ചോദിച്ച് ഈശോയെ ഇത്തരത്തിൽ തന്നെ വാക്കിൽ കൊടുക്കുവാനായിട്ട് കടന്നു വരുന്നവരോട് പറയുക, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാനായിട്ട് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്കിടയിലൂടെ ഈശോ ശാന്തമായി ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിലേക്ക് പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വാക്കുകളുടെ രൂപത്തിലും പ്രവൃത്തികളുടെ രൂപത്തിലേക്കുമൊക്കെ വരുമ്പോൾ എൻ്റെ നിലപാട് എന്താണ്? എപ്രകാരമാണ് ഞാൻ അവയെ അഭിമുഖീകരിക്കാറുള്ളത്? എടുത്തു ചാടി ദേഷ്യത്തോടെ ആണോ ഞാൻ പ്രതികരിക്കാറുള്ളത്? അതോ ഈശോയെ പോലെ ശാന്തതയോടെ സമചിത്തതയോടെ അവയെ നേരിടുകയാണോ പതിവ്? മറ്റുള്ളവർക്ക് വേദന സമ്മാനിക്കുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്നതെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിലപാടെടുക്കാറുള്ളത്? ഈശോയെ പോലെ കരുണയുടെ മന്ത്രമെടുത്തുകൊണ്ട് കരുണയുടെ ഭാവമെടുത്തുകൊണ്ടാണോ ഞാൻ ആ അവസരങ്ങളിൽ നിലപാട് എടുക്കാറുള്ളത്? എനിക്കും നിങ്ങൾക്കുമൊക്കെ കുറവുണ്ടെന്നിരിക്കെ മറ്റുള്ളവൻ്റെ കുറവിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അവനെ വേദനിപ്പിക്കാനാണോ ഞാൻ ശ്രമിക്കാറുള്ളത്? അതോ എനിക്കും നിങ്ങൾക്കും ഒക്കെ കുറവുണ്ട്,
എനിക്ക് കുറവുള്ളതുകൊണ്ട്, എനിക്ക് പോരായ്മകളുള്ളതുകൊണ്ട് മറ്റുള്ളവൻ്റെ കുറവുകളുടെ മുമ്പിലും ഞാൻ കണ്ണടയ്ക്കുവാനായിട്ട് ക്ഷമയോടെ അതിനെ നോക്കിക്കാണുവാനായിട്ടുള്ള മനസ്ഥിതിയാണോ എനിക്കുള്ളത്? അങ്ങനെ ഒരു മനസ്ഥിതിയും മനോഭാവവുമാണുള്ളതെങ്കിൽ, ആ കരുണയുടെ മനോഭാവമാണ് എനിക്കുള്ളതെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടം കൊണ്ട് തീരും. എൻ്റെ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം അവിടെ ഞാൻ കണ്ടെത്തും. എൻ്റെ ജീവിത പങ്കാളിയോട് എനിക്ക് കരുണ കാണിക്കാൻ സാധിച്ചാൽ, ക്ഷമിക്കുവാൻ സാധിച്ചാൽ, എൻ്റെ മക്കളോട് എനിക്ക് ക്ഷമിക്കുവാൻ സാധിച്ചാൽ, എൻ്റെ അയൽപ്പക്കങ്ങളോട് എനിക്കൊന്ന് വിട്ടുകൊടുക്കുവാൻ സാധിച്ചാൽ, എൻ്റെ മാതാപിതാക്കൾ അവരുടെ കുറവുകളിൽ നിന്നുകൊണ്ട്, അവരുടെ പോരായ്മകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴും അനുകമ്പയോടെ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ, ഈ കരുണയുടെ ഭാവം എനിക്കൊന്ന് പുറപ്പെടുവിക്കാൻ സാധിച്ചാൽ, എന്നെ കൊടുക്കുവാൻ വരുന്നവരെയും എന്നെ വേദനിപ്പിക്കാൻ വരുന്നവരുടെയും മുമ്പിൽ ശാന്തതയോടെ സമചിത്തതയോടെ എനിക്കൊന്ന് നിൽക്കുവാൻ സാധിച്ചാൽ, അവിടെ ഈ നോമ്പ് എനിക്ക് പൂർണ്ണമാവുകയാണ്. നോമ്പിൻ്റെ വലിയ ചൈതന്യം എന്നിലേക്ക് ഞാൻ സ്വായത്തമാക്കി എന്നെനിക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കേവലം ഭക്ഷണം ഉപേക്ഷിക്കുന്ന ഒരഭ്യാസ പ്രകടനം മാത്രമായിട്ട് ഈ നോമ്പ് അധപതിക്കും. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിലെ ഈ 5-ാമത്തെ ആഴ്ച കരുണയുടെ ഭാവത്തെ ജീവിതത്തിൽ പുലുകാൻ, സമചിത്തതയുടെ ഭാവത്തെ ജീവിതത്തിൽ പുലുകാൻ, ശാന്തതയോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, അതിന് ഈശോയുടെ മാതൃക സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ പോലെ കരുണയുടെ വലിയ മറ വരയ്ക്കുവാനായിട്ട് ഈശോ അവിടെ ഇരുന്ന് എന്തോ എഴുതുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് കരുണ കൊണ്ട് അവളെ മറയ്ക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ കുറവുകളെ കരുണ കൊണ്ട് മറയ്ക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.